ഹലോ, പണവും സന്തോഷവും ഇത് രണ്ടും ഒരുമിച്ച് നേടാൻ പറ്റുമോ? നമ്മുടെ വെറും ചിന്തകൾക്ക് നമ്മളീ കാണുന്ന ഭൗതിക ലോകത്തെ മാറ്റാൻ കഴിയുമെങ്കിലോ? ദീപക് ചോപ്രയുടെ ഐശ്വര്യം സൃഷ്ടിക്കൽ എന്ന ആശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോധമുപയോഗിച്ച് സമ്പന്നമായ ഒരു യാഥാർത്ഥ്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈയൊരു വാചകം ശ്രദ്ധിച്ചോ? പ്രപഞ്ചത്തിലെ അടിസ്ഥാനപരമായ വസ്തു ഒരു വസ്തുവേ അല്ല. കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നുന്നില്ലേ? പക്ഷേ നമ്മൾ ഐശ്വര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പോകുന്ന എല്ലാറ്റിൻ്റെയും ആണിക്കല്ലെന്ന് പറയുന്നത് ഈ ഒരൊറ്റ ചിന്തയാണ്. അതായത് നമ്മൾ കട്ടിയുള്ളതെന്നും ഭൗതികമെന്നും കരുതുന്ന എല്ലാറ്റിൻ്റെയും പിന്നിൽ ശരിക്കും അതല്ല, മറ്റെന്തോ ആണ് പ്രവർത്തിക്കുന്നത്. അല്ല, ഐശ്വര്യമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം എന്താ വരുന്നത്? ഒരുപാട് പണം, അല്ലേ? എന്നാൽ ദീപക് ചോപ്ര പറയുന്നത് അതല്ല. ഐശ്വര്യമെന്നു പറഞ്ഞാൽ അതൊരു അനുഭവമാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നടന്നുപോകുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ തനിയെ അങ്ങ് സഫലീകരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ ഒരു ജീവിതം. പണം അതിലൊരു ചെറിയ ഭാഗം മാത്രം. അപ്പോൾ ഈയൊരു അവസ്ഥയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും? അതിന് നമ്മൾ ആദ്യം ഈ പ്രപഞ്ചം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മൾ യാഥാർത്ഥ്യത്തെ എങ്ങനെ കാണുന്നു എന്നതിലാണ് എല്ലാ കളിയും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വാണ്ടം ലോകത്തിന്റെ ആ രഹസ്യങ്ങളിലേക്ക് ഒന്നെത്തി നോക്കിയാലോ? നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതെന്താ? ഈ ലോകം മൊത്തം കല്ലും മണ്ണുമൊക്കെ പോലെ കട്ടിയുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്നല്ലേ? അതൊരു പഴയ വിശ്വാസം മാത്രമാണെന്നാണ് പുതിയ ശാസ്ത്രം പറയുന്നത്. പുതിയ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എനർജിയും ഇൻഫർമേഷനും കൊണ്ടാണ്. ഭൗതികമല്ലാത്ത ഊർജവും വിവരങ്ങളും. ഇതൊരു വല്ലാത്തൊരു മാറ്റം തന്നെയല്ലേ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നറിയോ? ഇപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണ്, നിങ്ങൾ ഓടിക്കുന്ന വണ്ടി, എന്തിനു പറയുന്നു, നിങ്ങളുടെ പേഴ്സിലിരിക്കുന്ന പൈസ പോലും അടിസ്ഥാനപരമായി കട്ടിയുള്ള ഒരു സാധനമേ അല്ല. സത്യത്തിൽ അതെല്ലാം ഊർജത്തിൻ്റെയും വിവരങ്ങളുടെയും ചെറിയ തുടിപ്പുകൾ മാത്രമാണ്. നമ്മുടെ കണ്ണിന് അതൊക്കെ സോളിഡായിട്ട് തോന്നുന്നു എന്നേ ഉള്ളൂ. ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണത്. ഇനി കേട്ടോളൂ ഏറ്റവും കിടിലൻ കാര്യം. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന അതേ എനർജിയും ഇൻഫർമേഷനും അതേ സ്റ്റഫ് തന്നെയാണ് നമ്മുടെ ചിന്തകളെയും ഉണ്ടാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ എന്താ, നമ്മളും ഈ പ്രപഞ്ചവും ഒരേ സാധനം കൊണ്ടാണ് ഉണ്ടാക്കിയത്. നമ്മളൊരു ചിന്തിക്കുന്ന പ്രപഞ്ചത്തിലെ ചിന്തിക്കുന്ന ശരീരങ്ങളാണ്. ഇതിനെക്കുറിച്ച് മഹാനായ കവി റൂമി പറഞ്ഞൊരു കാര്യമുണ്ട്. വെള്ളം ശാന്തമാകട്ടെ, അപ്പോൾ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും നിങ്ങളുടെ അസ്തിത്വത്തിൽ പ്രതിഫലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമായാൽ മതി. ആ നിശബ്ദതയിൽ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ രൂപം നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് ശരിക്കുള്ള ക്രിയേഷൻ നടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വലിയ തിയറിയായിട്ട് കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ഉപയോഗിക്കുമെന്നല്ലേ ചിന്തിക്കുന്നത്? അതിനൊരു കിടിലം വഴിയുണ്ട്. സമ്പത്തിലേക്കുള്ള ഒരു A to Z ഗൈഡ്. സാധാരണ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ ഭയങ്കരമായി കഷ്ടപ്പെടണം, പ്രാക്ടീസ് ചെയ്യണം, അല്ലേ? പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ മനോഭാവങ്ങളൊന്നും നിങ്ങൾ കഠിനമായി പരിശീലിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിനെപ്പറ്റിയൊന്ന് ബോധവാന്മാരായാൽ മതി. ആ അറിവ് തന്നെ നമ്മുടെ ഉള്ളിൽ കിടന്ന് പ്രവർത്തിച്ച് മാറ്റങ്ങൾ തനിയെ ഉണ്ടാക്കും. അത്ഭുതമല്ലേ? നമുക്കൊരു ഉദാഹരണം നോക്കാം. സി എന്ന അക്ഷരം, ഇത് കെയർഫ്രീനെസ്സിനെയും ചാരിറ്റിയെയും കുറിക്കുന്നു. അതായത് ആശങ്കയില്ലാത്തൊരവസ്ഥയും ദാനശീലവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എപ്പോഴും പൈസയെപ്പറ്റി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാൾക്ക് ശരിക്കും സമ്പന്നനാകാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആ ഭാരമങ്ങ് ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് കൊടുക്കാനുള്ളൊരു മനസ്സ് താനേ വരുന്നത്. അടുത്തത് ജി എന്ന അക്ഷരം. ഇതിൽ ഗ്രാറ്റിറ്റ്യൂഡ്, ഗോൾ, അതായത് കൃതജ്ഞത, ലക്ഷ്യം ഒക്കെയുണ്ട്. പക്ഷേ അതിലൊരു സംഭവമുണ്ട്, ദ ഗ്യാപ്പ് അഥവാ വിടവ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള മാന്ത്രിക താക്കോൽ ഈ വിടവിലാണിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വിടവിൽ നിന്നും നമുക്ക് വേണ്ടതുണ്ടാക്കിയെടുക്കുന്നത്? വെറും 4 സിമ്പിൾ സ്റ്റെപ്പുകൾ. 1. നമ്മുടെ ചിന്തകൾക്കിടയിലൊരു ചെറിയ ഗ്യാപ്പില്ലേ? ആ നിശ്ശബ്ദതയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുക. 2. അവിടെ ഇരുന്ന് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് വളരെ ക്ലിയറായി മനസ്സിൽ കാണുക. 3. ഇനി ഏറ്റവും പ്രധാനം, അത് കിട്ടുമോ ഇല്ലയോ എന്ന ടെൻഷൻ പൂർണ്ണമായി അങ്ങ് ഉപേക്ഷിക്കുക. 4. ബാക്കിയൊക്കെ പ്രപഞ്ചം നോക്കിക്കോളും എന്ന വിശ്വാസത്തിൽ അങ്ങ് വിട്ടുകൊടുക്കുക. ഒരുതരം മെഡിറ്റേഷൻ പോലെ തന്നെ. ഇനി എസ് എന്ന അക്ഷരം, സ്പെൻഡിങ്ങും സർവീസും, അതായത് ചെലവഴിക്കുന്നതും സേവനം ചെയ്യുന്നതും. ഇവിടെ വളരെ മനോഹരമായ ഒരു താരതമ്യമുണ്ട്. പണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രക്തം പോലെയാണ്. അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. പിശുക്കി വെച്ചാൽ എന്താ സംഭവിക്കുക? രക്തയോട്ടം നിലയ്ക്കുന്നതുപോലെയാണ്. കൊടുക്കുമ്പോഴും മറ്റുള്ളവരെ സഹായിക്കുമ്പോഴും മാത്രമേ ആ ഒഴുക്ക് നന്നായി നടക്കുകയുള്ളൂ.
ഓക്കെ, ഈ A to Z ഗൈഡ് നമുക്ക് ചില വഴികൾ കാണിച്ചു തരുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ വലുതായി ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ പ്രിൻസിപ്പിൾസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് നോക്കാം. ദീപക് ചോപ്ര പറയുന്നത് പ്രപഞ്ചത്തിന് അടിസ്ഥാനപരമായി 25 ഗുണങ്ങളുണ്ടെന്നാണ്. ഈ 25 ഗുണങ്ങളും അല്ലെങ്കിൽ ശക്തികളും നമ്മുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ക്വാളിറ്റീസുമായി എത്രത്തോളം അലൈൻ ചെയ്യുന്നു അത്രത്തോളം ഐശ്വര്യം നമ്മളിലേക്ക് ഒഴുകിയെത്തും. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഇതിലെ ചില കാര്യങ്ങൾ കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. അനന്തമായ സംഘടനാശേഷി. ഒന്ന് ആലോചിച്ചു നോക്കൂ, കോടാനുകോടി നക്ഷത്രങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ആ ശക്തി. പിന്നെ അനന്തമായ ക്രിയേറ്റിവിറ്റി, സ്വയം പര്യാപ്തത, പൂർണ്ണമായ ഫ്രീഡം, പരമാനന്ദം. ഇതൊക്കെയാണ് യൂണിവേഴ്സിന്റെ നേച്ചർ. ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടേതും കൂടിയാക്കി മാറ്റിയാൽ നമ്മളും ആ വലിയ ശക്തിയുടെ ഒരു ഭാഗമായി മാറും. ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ക്വാണ്ടം ഫിസിക്സ്, A to Z ഗൈഡ്, പ്രപഞ്ചത്തിന്റെ ഗുണങ്ങൾ. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് പ്രായോഗികമാക്കാനുള്ള ഒരൊറ്റ ഉപകരണം, ഒരു മാന്ത്രിക വഴി നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണെന്നറിയണ്ടേ? ഇതൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ക്വാണ്ടം ലോകത്ത് നമ്മൾ ഒന്നിനെയും ശ്രദ്ധിക്കാത്തപ്പോൾ എല്ലാം ഒരു തരംഗം പോലെയാണ്. അതായത് എണ്ണിയാലൊടുങ്ങാത്ത സാധ്യതകളുടെ ഒരു കടൽ എവിടെയും വ്യാപിച്ചു കിടക്കുന്നു. പക്ഷേ എപ്പോഴാണോ നമ്മൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുന്നത്, ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ കടൽ വറ്റി ഒരൊറ്റ യാഥാർത്ഥ്യം മാത്രം മുന്നിൽ വരും, ഒരു കണികയായിട്ട്. ഭൗതികമല്ലാത്ത സാധ്യതയിൽ നിന്ന് അതൊരു ഭൗതിക യാഥാർത്ഥ്യമായി മാറുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ആ മാജിക്? അത് നമ്മുടെ ശ്രദ്ധയാണ്, നമ്മുടെ അറ്റൻഷൻ. അനന്തമായ സാധ്യതകളുടെ ആ കടലിൽ നിന്ന് നമുക്ക് വേണ്ട ഒന്നിനെ മാത്രം യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ആ ട്രിഗർ, അതാണ് നമ്മുടെ ശ്രദ്ധ. അതുകൊണ്ട് ശരിക്കുള്ള മാന്ത്രികൻ നമ്മുടെ ശ്രദ്ധ തന്നെയാണ്. ഇതിന്റെ അർത്ഥം വളരെ ഡീപ്പാണ്. നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ നിങ്ങളും അവിടെയാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ തന്നെയാണ്. അപ്പോ നിങ്ങളുടെ ശ്രദ്ധ ദാരിദ്ര്യത്തിലാണെങ്കിൽ നിങ്ങൾ ദാരിദ്ര്യമായി മാറും. നിങ്ങളുടെ ശ്രദ്ധ ഐശ്വര്യത്തിലാണെങ്കിലോ നിങ്ങൾ ഐശ്വര്യമായി മാറും. ഇത്രയുള്ളൊരു കാര്യം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ നിമിഷം ഇപ്പോ നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ ഓരോ നിമിഷവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളതിവിടെ നിർത്തുമ്പോൾ ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. കാരണം അതിന്റെ ഉത്തരം മറ്റാരുടെ കയ്യിലുമല്ല, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്.